ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, 1,80,000 രൂപയുടെ മുതലാണ്. ക്യാൻ യു ഇമാജിൻ ഗൈസ്? 1,80,000 രൂപ. സെൻഹൈസറിൻ്റെ ഒരു സൗണ്ട് ബാറും അതിൻ്റെ സബ് ഊഫറുമാണ് ഇങ്ങോട്ടൊന്ന് വെക്കുന്നത്. യെസ്, സെൻഹൈസറിൻ്റെ ആംബിയോ സൗണ്ട് ബാർ പ്ലസ് സെൻഹൈസറിൻ്റെ ആംബിയോ സബ് ഊഫർ, ആംബിയോ സബ്. പണ്ട് ഞങ്ങൾ ഈ വൂഫറൊക്കെ വാങ്ങിയിട്ട്, നമ്മളെ 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് വൂഫറുകളൊക്കെ വാങ്ങിയിട്ട് മറ്റേ പ്ലൈവുഡിൽ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഹോളൊക്കെ ഇട്ട് മറ്റേ സൗണ്ട് പ്രൂഫിനുള്ള മറ്റേ സ്പോഞ്ച് പോലത്തെ തുണിയൊക്കെ മേടിച്ച് ഒട്ടിച്ച് ആംപ്ലിഫയർ ഒക്കെ ഡിനോൺ ആ സമയത്തൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ഡിനോണ്, പിന്നെ കെൻവുഡ്, പൈനിയർ, ഇതൊക്കെയായിരുന്നു. ഇതിൻ്റെയൊക്കെ ആംപ്ലിഫയറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സ്പീക്കർ അതൊക്കെ ഭയങ്കര ഹാരമായിരുന്നു. നമ്മൾ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് എല്ലാം കൂടെ ഒക്കെ നമ്മൾ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് പറയുന്ന പോലെ ഒരു 15,000 എന്നൊക്കെ പറയുന്നത് അന്നത്തെ ടോപ്പ് പ്രൈസ് ആയിരുന്നു. 15,000, 20,000 എന്നൊക്കെ പറയുന്നത് അന്നത്തെ ടോപ്പ് പ്രൈസ് ആയിരുന്നു. ആ വിലയ്ക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം അത് ഒപ്പിക്കാൻ നമ്മൾ ഒത്തിരി പാടുവിട്ട് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു കാലം. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് നമുക്ക് ഒരു സൗണ്ട് ബാറും സബ് ഊഫറും കൂടെ ഒക്കെ ആയിട്ട് വാങ്ങാൻ 1,00,000 ലിറ്ററലി 2 ലക്ഷം എന്ന് വേണേൽ നമുക്ക് പറയാം. ആ വിലയ്ക്കുള്ള സാധനങ്ങളാണ്. എന്താല്ലേ, ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ ആംബിയോ സൗണ്ട് ബാർ പ്ലസ്. അപ്പോൾ ഇത് അതിന് സബ് ഊഫർ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൗണ്ട് ബാർ മാത്രമായിട്ട് വെച്ച് യൂസ് ചെയ്യാം. ഊഫറിന്റെ ആവശ്യമില്ല. ഊഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഇത് രണ്ട് സെപ്പറേറ്റ്, അത് ഒരുമിച്ചുള്ള പാക്കേജ് അല്ല, സെപ്പറേറ്റ് വാങ്ങുന്നതാണ്. സൗണ്ട് ബാർ മാത്രം മേടിച്ചുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി അല്ലെന്നുണ്ടെങ്കിൽ സബ് ഊഫറും കൂടെ അതിന്റെ കൂടെ വാങ്ങിച്ച് കണക്ട് ചെയ്തിട്ടെങ്കിൽ യൂസ് ചെയ്യാം. ഈ സൗണ്ട് ബാർ തന്നെ ആക്ച്വലി ഇതിന്റെ ഒരു ആംബിയോ സൗണ്ട് ബാർ മിനി ഉണ്ട്, ആംബിയോ സൗണ്ട് ബാർ മാക്സും ഉണ്ട്. ഇതിപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് ആംബിയോ സൗണ്ട് ബാർ പ്ലസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 സൗണ്ട് ബാറും സെപ്പറേറ്റ്ലി വാങ്ങിച്ച് ഇൻഡിപെൻഡന്റ് അത് മാത്രമായിട്ട് വേണം യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു സബ് ഊഫറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ആംബിയോ സബ് മേടിച്ചിട്ട് ഇതിപ്പോൾ ഏത് സൗണ്ട് ബാർ ആണെങ്കിലും അതിന്റെ കൂടെ നിങ്ങൾക്ക് വയർലെസ് കണക്ഷൻ ആണ്. ഇത് വയർലെസ്ലി നിങ്ങൾക്ക് ഈ എല്ലാ സൗണ്ട് ബാറിന്റെ കൂടെയും, അതായത് ഈ ആംബിയോ സൗണ്ട് ബാറിന്റെ എല്ലാത്തിനും കൂടെ നിങ്ങൾക്ക് വയർലെസ്ലി കണക്ട് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ സംഭവം ഇത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോൺ ലോലൻ, അവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഓഡിയോ ഫയൽ. എന്നെ ഈക്വലൈസർ കാര്യങ്ങളൊക്കെ ട്യൂൺ ചെയ്യാനും പക്കായിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് എഫക്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വലൈസർ ഒക്കെ സെറ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചവനാട്ടോ. അപ്പോൾ ഞാനും അവനും കൂടെ പോയി ഈ സാധനം കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. എന്താണ് ഇത്രയും വിലയിലുള്ള സാധനം, എന്ത് സംഭവമാണ് ഇതെന്ന് കേൾക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. കാര്യം ഒരുമാതിരിപ്പെട്ട ഒരു 70-80% ആമ്പിള്ളാർക്കും സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ്. ഇപ്പോൾ പ്രഥമ ദൃഷ്ടി എപ്പോഴും അത് കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തായാലും എല്ലാവർക്കും ഈ സൗണ്ട്, സ്പീക്കർ, അങ്ങനെയുള്ള സംഭവത്തിനോടൊക്കെ എന്തായാലും ഒരു താല്പര്യം കാണും. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചുകൊണ്ട് കാര്യം ഇത്രയും വിലയുള്ള സാധനം എന്ത് സംഭവമാണ് ഇതിൽ നിന്ന് വരിക. കാരണം ഭയങ്കര സ്പെക്കും ഒരുപാട് സാധനങ്ങളൊക്കെയാണ് സെൻഹൈസർ ഇതിനകത്ത് പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിതുകൊണ്ട് സെറ്റ് ചെയ്ത് ഇതെല്ലാം ഊരി പെറുക്കി കണക്ട് ചെയ്ത് നമ്മൾ ഫോണിനകത്ത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിതെല്ലാം കണക്ട് ചെയ്യും. സബ് ഊഫർ എല്ലാം ഈ ആപ്പ് വഴി നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇതെല്ലാം ബ്ലൂടൂത്ത് കണക്ഷനാണ്, വേർഡല്ല. ഞങ്ങളിത് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പാട്ടിട്ട്, സ്പോട്ടിഫൈയിൽ പാട്ടിട്ട്, അപ്പോൾ സംഭവം ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ, അതായത് ഡോൺ ലോലിൻ്റെ കയ്യിൽ നമ്മൾ JBLൻ്റെ മറ്റേ പാർട്ടി ബോക്സ് ഉണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പാർട്ടി ബോക്സ് 310 അതുണ്ട്. മറ്റേ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാം. ബാറ്ററിയിൽ കാണുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള സ്പീക്കറാണ്. അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതും എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് മലമുകളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇത് എത്ര ഓപ്പൺ സ്പേസിലിട്ട് നമ്മൾ പ്ലേ ചെയ്താലും ഭീകരമായ സൗണ്ടാണ്, വൻ സ്പീക്കറാണത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കേട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി സംഭവങ്ങൾ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു 40,000-45,000 ആ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ട് ഞങ്ങളിത് കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ടിട്ട് ഇത് എങ്ങും അങ്ങോട്ട് എത്തുന്നില്ല ഗൈസ്. നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയി. യെസ്, കംപ്ലീറ്റ്ലി ഡൗൺ. നമ്മൾ സെറ്റിങ്സ് നോക്കുന്ന, ഇക്വലൈസർ സെറ്റ് ചെയ്യുന്ന, എന്താണ് സംഭവം, ഇത് എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിൽ നിന്നൊരു ഒപ്റ്റിമം ഔട്ട്, അതായത് എന്തോ സംഭവിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് കിട്ടുന്നില്ല, സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊരു ഫീൽ തന്നെ. എനിക്ക് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള സംഭവമാണോ, അല്ലെങ്കിൽ നമ്മളിനി കണക്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഇതങ്ങോട്ട് വെച്ച് കേട്ടിട്ട് പാർട്ടി ബോക്സിൻ്റെ പോലും അടുത്ത് പോലും ഇത് എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ഗൈസ്. എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഞങ്ങൾ എന്തായാലും അറിയാം ഇത് സെൻഹൈസറിൻ്റെ ആണ്. സെൻഹൈസർ സൗണ്ടിൻ്റെ ഒക്കെ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവരെന്തായാലും ഇത്രയും വില കൂടിയ ഒരു സാധനം ഇറക്കപ്പെടുത്തേക്ക് അങ്ങനെ ഒരു മോശം സാധനം വരാൻ എന്തായാലും ഉള്ള ചാൻസ് ഇല്ല. ഞങ്ങൾ ഈ സാധനം എടുത്ത് ബ്ലൂടൂത്തിൽ നിന്നെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മളെ TVക്കകത്ത് HDMI EARC എന്ന് പറഞ്ഞൊരു ഔട്ട് വരുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ നടന്നുകൂടാ. നമ്മളെ ഒരുമാതിരിപ്പെട്ട റീസെൻ്റ്ലി ഇറങ്ങുന്ന ടിവികൾക്കെല്ലാം ഈ ഔട്ട്, ഒരു HDMI EARC എന്ന് പറഞ്ഞൊരു ഔട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ EARC എന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്നാണ് അതിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സൗണ്ടിന് അത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള, ഹൈറസ് ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും അതിൽ നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നമ്മളെ സൗണ്ട് ബാറിനകത്തും EARCന് ഇൻപുട്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ TV എന്നുള്ള EARC HDMI കണക്ഷൻ എടുത്ത് ഈ സാധനത്തിനകത്ത് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ TVയിലൊരു സാധനം ഇട്ട് ഈ ഉറങ്ങിക്കിടന്ന സിംഹത്തിൻ്റെ ഗർജനം പോലെ സടകുടഞ്ഞൊരു എണീറ്റ് ഈ സാധനം. എൻ്റെ പൊന്നെ, മൈൻഡ് ബ്ലോയിങ് എന്ന് വെച്ചാൽ മൈൻഡ് ബ്ലോയിങ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ മാൻ വേറെ ലെവൽ. ഈ സൗണ്ട് ബാർ ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് വാങ്ങരുത്. കാര്യം ഇത് അതിനുള്ള സാധനമല്ല. ഇത് കംപ്ലീറ്റ്ലി ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് വലിയ ഡിസ്പ്ലേയിലൊക്കെ കണക്ട് ചെയ്ത് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈസിയായി വിശാലമായിട്ട് സിനിമയൊക്കെ കാണുക, നല്ല ക്വാളിറ്റി ഔട്ടിൽ സിനിമയൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമേ ഈ സാധനം എടുക്കാവൂ. ബർത്ത്ഡേ സാധനം കോരി തിരിച്ചു പോകുന്ന വെച്ചാൽ ഇതിൽ നമ്മളെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോഴേക്ക് ഈ ഡോൾബി അറ്റ്മോസിന്റെ കുറേ സാധനങ്ങളൊക്കെ വരുമല്ലോ, അവിടുന്ന് ഇവിടുന്ന് കറങ്ങി അടിച്ചുള്ള സംഭവങ്ങളൊക്കെ നമുക്കത് യൂട്യൂബിൽ കാണാൻ കിട്ടും. ആ ഒരു 4K ക്വാളിറ്റിയിൽ തന്നെ ആ ഡോൾബി അറ്റ്മോസിന്റെ ഔട്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതൊക്കെ ഇട്ടാൽ ലൈറ്റൊക്കെ അണച്ചിരുന്ന് കാണാൻ എൻ്റെ പൊന്നുമനോ രക്ഷയില്ല. വന്നാണെന്ന് വെച്ചാൽ വൻ. അങ്ങനെ അതങ്ങോട്ട് കേട്ട് നമ്മൾ പറഞ്ഞത് പിന്നെ അങ്ങോട്ട് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കാര്യം നമുക്ക് മനസ്സിലായി ഇത് എന്താണെന്നുള്ളത് അപ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവും. അല്ല നമ്മൾ ബ്ലൂടൂത്തിലൊക്കെ കണക്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയേർഡ് കണക്ഷൻ്റെ അത്രയും ക്വാളിറ്റി ആവട്ടെ നമ്മൾ എങ്ങനെയിപ്പോൾ ഇത് നിലവിൽ എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെയും ഒരു വയർലെസ് കണക്ഷനിലും അത്ര പ്രോമിസിങ് നമ്മൾ വയേർഡ് കണക്ട് ചെയ്യുന്ന കിട്ടുന്നതിൻ്റെ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ക്വാളിറ്റി ഒരു വയർലെസ് കണക്ഷനിലും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ കേട്ട് സെറ്റ് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവം, സ്പെക്കൊക്കെ എന്താണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പെട്ടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഒറിജിനൽ സാധനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഐറ്റം. ഇതാണ് സൗണ്ട് ബാർ, ആംബിയോ സൗണ്ട് ബാർ പ്ലസ്, സെൻഹൈസർ ആംബിയോ സൗണ്ട് ബാർ പ്ലസ്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ സെൻഹൈസറിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ആംബിയോന്ന് ഇവിടെ ഇങ്ങനെ ആംബിയോന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ സെൻഹൈസർ എന്ന് എഴുതിയിട്ടുണ്ട്, ഈ അറ്റത്ത് ആംബിയോന്ന് എഴുതിയിട്ടുണ്ട്. ടോപ്പിൽ വരുമ്പോഴത്തേക്ക് സെൻഹൈസറിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്, പിന്നെ മൈക്രോഫോൺ ഉണ്ട്, പിന്നെ ഈ വോളിയം കൂട്ടാനുള്ളതിന്, പിന്നെ ഇവിടെ കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഡോൾബി അറ്റ്മോസും റിയാലിറ്റി ഓഡിയോയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യും. അത് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്ക് അതിവിടെ ഡിസ്പ്ലേ, ഇവിടെ ചെറിയ ഡിസ്പ്ലേ പോലെ ഇവിടെ വരും. പിന്നെ മൈക്രോഫോണിൻ്റെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പിൽ ഒരു LED ഉണ്ട്. നമ്മൾ ഈ ബ്ലൂടൂത്ത് പെയറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലൂ കളർ കത്തും, അല്ലാതെ ഓൺ ആകുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ അവിടെ വരും. ഇതെല്ലാം മറ്റേ ടച്ച് ആണ് കേട്ടോ, ഫെദർ ടച്ച് പോലത്തെ സംഭവമാണ്. ഫിസിക്കൽ ബട്ടൺ അല്ല, നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് ആക്റ്റീവ് ആക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് പെയറിംഗ് മോഡൊക്കെ ആക്റ്റീവ് ആക്കാം. ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്ക് ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, തൊട്ടടുത്ത് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ ഒരു ഇതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്, പിന്നെ HDMI-യുടെ 3 HDMI പോർട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഒന്ന് HDMI TV EARC എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HDMI TV EARC എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നോർമൽ 2 HDMI വരുന്നുണ്ട്, ഒരു ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നുണ്ട്, ഒരു USB നമുക്ക് ഈ ഫോംവെയർ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള USB വരുന്നുണ്ട്, പിന്നെ നോർമൽ ഓഡിയോ സംഭവം വരുന്നുണ്ട്, പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നുണ്ട്. വെയിറ്റ് ഗൈസിന്റെ പൊന്നെ. അതാണ് ഡിസൈനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി സബ്ബൂഫറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സബ്ബൂഫർ എല്ലാത്തിനും വെയിറ്റാ എൻ്റെ അമ്മ. സബ്ബൂഫറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഇവിടെ സെൻഹൈസർ ആംബിയോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മുകളിൽ ടോപ്പ് ഫയറിംഗ് സബ്ബൂഫറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെൻഹൈസർ എന്ന് പറഞ്ഞിട്ട് ലോഗോ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ സൈഡിലൊന്നുമില്ല. ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഒരു ബട്ടണും ഒരു LED വരുന്നുണ്ട്. കേബിൾ വരുന്നത് നിങ്ങൾ കണ്ട ഇതിന്റെ ഏറ്റവും അടിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേബിൾ എങ്ങനെ നമുക്ക് പുറത്തെടുക്കും. നമ്മൾ ഈ ഒരു 4 ഫൂട്ട് വരുന്നുണ്ട്. അപ്പോൾ വയർ ഇവിടെ കണക്ട് ചെയ്താൽ പോലും നമുക്ക് ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിലൂടെ നമുക്ക് വയറിങ് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ വയർഡായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സബ് കണക്ട് ചെയ്യാൻ പറ്റും. വയർലെസ് നമുക്ക് തൽക്കാലം നമുക്ക് സൗണ്ട് ബാറിൽ വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സബ് ഊഫർ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ വാങ്ങണമെന്നൊരു നിർബന്ധമില്ല. സൗണ്ട് ബാർ മാത്രം വാങ്ങി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സബ് ഊഫർ വേണമെന്നുണ്ടെങ്കിൽ സബ് ഊഫർ എക്സ്ട്രാ വാങ്ങാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് ഇവനാണ് ഈ സൗണ്ട് ബാർ ആണ് ശരിക്കും മെയിൻ സംഭവം. അപ്പോൾ ഈ സബ് ഊഫറിൽ ശരിക്കും വരുന്നത് 8 ഇഞ്ചിന്റെ ഒരു സബ് ഊഫറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതാണ് ഭയങ്കര കിടിലം സംഭവം എന്ന് പറയുന്നത്. 9 സ്പീക്കേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. Can you imagine? 9 സ്പീക്കേഴ്സ്, അതിനകത്ത് 2 വൂഫർ. അപ്പോൾ അതെങ്ങനെയൊക്കെ അവർ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ 3 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 3 സ്പീക്കർ വരുന്നുണ്ട്. ഈ 2 സൈഡിൽ അതായത് ഈ സൈഡിലും കൂടെ 2 സ്പീക്കർ വരുന്നുണ്ട്. മുകളിൽ 4 സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 9. 3 ഇവിടെ 2 5 മുകളിൽ 4 9 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ മുകളിൽ വരുന്നതിനകത്ത് 2 സ്പീക്കറും 2 വൂഫറുമാണ്. അപ്പോൾ ഈ സൗണ്ട് ബാറിന്റെ ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും 400 വാട്ട്സ് RMS ആണ് ഔട്ട് വരുന്നത്. സബ് ഊഫറിലേക്ക് വരുമ്പോഴത്തേക്ക് 350 വാട്ട്സ് RMS ഔട്ടാണ് സബ് ഊഫറിൽ വരുന്നത്. 350 ആണെന്ന് എൻ്റെ ഓർമ്മ, 350 ആണ്. സബ് ഊഫറിന്റെ സൗണ്ട് ബാറിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 30 to 20 ഹെഡ്സ് ആണ്. സൗണ്ട് ബാറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഇത്രയും ലോ ഫ്രീക്വൻസി ഭയങ്കര ഇംപ്രസീവ് ആണ് കേട്ടോ, ഭയങ്കര കിടിലമാണ്. അതുപോലെ ഈ സൗണ്ട് ബാറിനകത്ത് വരുന്ന ഓരോ സ്പീക്കേഴ്സിന് സെപ്പറേറ്റ് ക്ലാസ് D ആംപ്ലിഫയറും കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് റിയലി ഇംപ്രസീവ്. അപ്പോൾ സംഭവം ഇതിന്റെ കണക്ഷന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മളിത് എല്ലാം ഓൺ ആക്കി സെറ്റാക്കി എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മാർട്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് സെൻഹൈസറിന്റെ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇത് നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് വഴിയും വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ സൗണ്ട് ബാറും നമ്മുടെ ഫോണും ഒരേ വൈഫൈ നെറ്റ്വർക്കിലായിരിക്കണം കണക്ട് ചെയ്തിരിക്കുന്നത്, നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്പിനകത്ത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ആപ്പ് തന്നെ നമുക്ക് സജഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാലിബ്രേഷൻ വരുന്നുണ്ട്, സെൽഫ് കാലിബ്രേഷൻ വരുന്നുണ്ട്. നമ്മൾ അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഞാൻ പറയുന്നത്
അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് റൂമിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൂമിൽ ഈ സാധനം കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് ഈ സെൽഫ് കാലിബ്രേഷൻ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇത് ഓരോ സിഗ്നൽസ് നമുക്ക് ഇങ്ങനെ ക്യൂ എന്ന് പറഞ്ഞ കുറേ സൗണ്ടുകൾ ഒരു 10 മിനിറ്റ് വരെ എടുക്കും ശരിക്കും അത് സെൽഫ് കാലിബ്രേറ്റ് ചെയ്ത് തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഇത് ഈ സിഗ്നൽസ് എല്ലാം ഈ ഓരോ സ്പീക്കേഴ്സിൽ നിന്നും സിഗ്നൽസ് വിട്ടിട്ട് ഇത് നമ്മളെ റൂമിന്റെ എക്കോസ്റ്റിക് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് റിയലൈസ് ചെയ്യും. ഇതിൽ നിന്നുള്ള റെസ്പോൺസ്, അതായത് ഈ എക്കോയുടെ റെസ്പോൺസ് കൊണ്ട് റിയലൈസ് ചെയ്തിട്ട് ഇത് നമ്മളെ റൂമിന് പറ്റുന്ന രീതിയിൽ റൂമിൽ ഏതാണ് ബെസ്റ്റ് സൗണ്ട് ഔട്ട് കൊടുത്താൽ നല്ലതാവുക എന്നുള്ളത് വെച്ചിട്ട് സെൽഫ് കാലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കാണ് ഈ ഒബ്ജക്ട്സ് അല്ലാതെ നമ്മൾ റൂമിൽ ഇപ്പോൾ ഒരു ടേബിൾ ഇരിക്കുന്നതോ ഡെസ്ക് ഇരിക്കുന്നതോ ചെയർ ഇരിക്കുന്നതോ ഇത് നമ്മൾ ഒരിക്കൽ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സാധനം മാറ്റി കഴിഞ്ഞാൽ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു ടേബിൾ വെച്ചിരിക്കുന്നു, ആദ്യം കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഈ ടേബിൾ മാറ്റി കഴിഞ്ഞാൽ ഇത് ശരിക്കും കാലിബ്രേറ്റ് ചെയ്ത് ആ സംഭവം ശരിക്കും തെറ്റി. അപ്പോൾ ഈ ടേബിൾ മാറ്റി വെച്ചിരിക്കുന്നത് വെച്ചിട്ട് വീണ്ടും നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. നിർബന്ധമൊന്നും അല്ല, നമ്മൾ ഒരു ഒപ്റ്റിമം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യാനാണ് ശരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ബാക്കി സെറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യും. പറഞ്ഞാൽ നമുക്ക് ആംബിയോ 3D എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, പിന്നെ മ്യൂസിക് മോഡുണ്ട്, മൂവി മോഡുണ്ട്, അങ്ങനെ ഓരോ മോഡും ഈ ഓരോ മോഡിൽ നമുക്ക് സെപ്പറേറ്റ് ഇക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും ഇത് തരുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇത്രയും സ്പീക്കേഴ്സ് ഇതൊന്നും കാണാമല്ലോ, ഇത്രയും സ്പീക്കേഴ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ എന്ത് ഔട്ടാണോ കിട്ടുന്നത് അതാണ് ഈ ഒരു സൗണ്ട് ബാർ, ഈ ആംബിയോ സൗണ്ട് ബാർ പ്ലസ് തരുന്നത്. നമുക്ക് കേട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും. അത് ഈ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആർക്ക് കണക്ട് ഒക്കെ ചെയ്ത് നമ്മളൊരു സിനിമ ഡോൾബി ഔട്ട് വരുന്ന സിനിമ, കാരണം നെറ്റ്ഫ്ലിക്സിലൊക്കെ കയറിയാൽ നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഈ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഔട്ട് തരുന്ന 360 റിയാലിറ്റി ഓഡിയോ ഒക്കെ ഔട്ട് തരുന്ന ഒരു വിഷ്വൽ കാണുമ്പോൾ കേട്ടോ, ആ ഒരു ഔട്ട് കിട്ടിയെങ്കിൽ ഇതിന് കേൾപ്പിച്ച് തരാൻ പറ്റുള്ളൂ. ആ ഒരു ഔട്ട് കിട്ടുന്ന സാധനം കേട്ടാൽ ശരിക്കും നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ കറങ്ങി അടിച്ച് നമ്മൾ തലയുടെ ബാക്കിൽ കൂടെ മുകളിൽ കൂടെ ഒക്കെ പോകുന്ന എഫക്റ്റ് ശരിക്കും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. സോ ഇതിൽ നമുക്ക് കിട്ടുന്ന ഓഡിയോ കോഡക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡോൾബി ട്രൂ HD, അതായത് ഡോൾബി അറ്റ്മോസ്, DTS HD മാസ്റ്റർ ഓഡിയോ, അതായത് DTS X, പിന്നെ MPEG H ഓഡിയോ ആണ് ശരിക്കും 360 റിയാലിറ്റി ഓഡിയോയുടെ ഫൗണ്ടേഷൻ. പിന്നെ ഇൻബിൽറ്റ് ആയിട്ട് അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് കോമ്പാറ്റബിൾ ആണ്, അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്കിനി അടുത്ത ഇതിന്റെ ആപ്പ്, സ്മാർട്ട് കൺട്രോൾ ആപ്പ് എങ്ങനെയാണ് എന്നുള്ളത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഓടിച്ച്, വലിയ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ മെയിൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്, സെൻഹൈസറിന്റെ സ്മാർട്ട് കൺട്രോൾ എന്ന് പറയുന്ന ആപ്പിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ സൗണ്ട് ബാറും വൂഫറും സൗണ്ട് ബാർ, അതായത് സെൻഹൈസറിന്റെ ആംബിയോ സൗണ്ട് ബാർ പ്ലസും ആ വൂഫറും കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സൗണ്ട് ബാറിനകത്ത് നമുക്ക് ഇതുപോലത്തെ 4 സബ് വൂഫർ അറ്റ് എ ടൈം കണക്ട് ചെയ്യാം. അതായത് ബ്ലൂടൂത്ത് വഴിയാണല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 4 സബ് വൂഫർ ഇത് തന്നെ കണക്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ഹോള് ഭീകരമായ എഫക്റ്റ് ആണ്. അപ്പോൾ ഇത് 4 കണക്ട് ചെയ്താൽ എനിക്കറിയാൻ വയ്യ ഗൈസ് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് നമുക്ക് വേറെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഒന്നും മേടിച്ച് കണക്ട് ചെയ്യാൻ ശരിക്കും പറ്റത്തില്ല. ഇതുപോലത്തെ 4 സബ് വൂഫേഴ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 4 സബ് വൂഫർ വീണ്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കാണിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇതിന്റെ കൂടെ സൗണ്ട് ബാറിന്റെ കൂടെ ഈ ഒരു സബ് വൂഫർ, അതുകൂടാതെ നിങ്ങൾ 3 കൂടെ എക്സ്ട്രാ കണക്ട് ചെയ്താൽ ആ 3 സബ് വൂഫറും കൂടെ ഇവിടെ കാണിക്കും, എന്തൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതല്ല ഇവിടെ കാണിക്കും. പിന്നെ നെക്സ്റ്റ് ആപ്പിന്റെ അടുത്ത സൈഡിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഡിവൈസാണ് ഏത് ഇൻപുട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ ബ്ലൂടൂത്തിനകത്ത് ടിക്ക് കാണും, HDMI ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ HDMI കണക്ഷൻ അങ്ങനെ കാണിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആംബിയോ എന്ന് പറയുന്ന ആ ഒരു ടാബ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആംബിയോ ഓൺ ആക്കി ഇടാം, ആംബിയോ ഓഫ് ആക്കി ഇടാം. അപ്പോൾ അത് ആംബിയോ ഓൺ ആക്കി ഇട്ടാൽ നമുക്ക് ശരിക്കും ഈ 3D എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓഫ് ആക്കി ഇട്ടാൽ ആ 3D എഫക്റ്റ് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് താഴേക്ക് വരുമ്പോഴത്തേക്ക് വരുന്നതാണ് ശരിക്കും ഈ പ്രീസെറ്റുകളുണ്ട്. ഈ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രീസെറ്റ് വരുന്നുണ്ട്, മ്യൂസിക് എന്ന് പറയുന്ന പ്രീസെറ്റ് വരുന്നുണ്ട്, മൂവി, ന്യൂസ്, ന്യൂട്രൽ, സ്പോർട്സ് അങ്ങനെ പ്രീസെറ്റ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കയറിയിട്ട് ആ ഓരോ പ്രീസെറ്റിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യണോ, റെഗുലർ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് നമുക്ക് അതിന്റെ ഓരോ എലമെന്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഇക്വലൈസർ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ അത് ഈ പറയുന്ന ഓരോ പ്രീസെറ്റുകളിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് നൈറ്റ് മോഡ് എന്നൊരു സംഭവം, വോയിസ് എൻഹാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ശരിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം ഉണ്ട്, അതായത് നമ്മുടെ വോയിസ് ഉണ്ടല്ലോ, വോക്കൽസ് ഉണ്ടല്ലോ, അത് ശരിക്കും കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റും. അതായത് കുറച്ചുകൂടെ ഒരു മിഡ് റേഞ്ച് വരുന്ന സംഭവം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പൊങ്ങി നിൽക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന സംഭവമാണ് സിസ്റ്റം കാലിബ്രേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒന്നുകിൽ നമ്മൾ കണക്ട് ചെയ്ത് ഫസ്റ്റ് ടൈം തന്നെ അത് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഞെക്കി നമുക്ക് ആ കാലിബ്രേഷൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അത് ചുമ്മാ അവരുടെ കുറേ ഡെമോ സാധനങ്ങളൊക്കെ കാണിക്കുന്ന സംഭവമാണ്. പിന്നെ അപ്പോൾ സെറ്റിംഗ്സ് ടാബിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സിസ്റ്റത്തിന്റെ കുറച്ച് സെറ്റിംഗ്സ്, അതായത് നമ്മൾ ഏതൊക്കെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നുള്ളത്, ഓഡിയോ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ സബ് വൂഫർ ഒക്കെ കണക്റ്റഡ് ആണോ എന്നുള്ള സംഭവം അറിയാം, അല്ലെങ്കിൽ സബ് വൂഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇൻപുട്ടും കാര്യങ്ങളും, ഏതൊക്കെ കോഡക്കുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ആക്റ്റീവായിട്ട് കിടക്കുന്ന കോഡക്കുകൾ ഏതൊക്കെ ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സിസ്റ്റത്തിൽ കയറുമ്പോഴത്തേക്ക് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യുക, നമുക്ക് സൗണ്ട് ബാറിന്റെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് അതിൽ കിടക്കുന്നു. ഇതൊക്കെയാണ് സെറ്റിംഗ്സിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സുകളെല്ലാം നമുക്ക്
മാറ്റാനുള്ള സംഭവമാണ് അത് കിടക്കുന്നത്. മെയിനായിട്ട് സൗണ്ട് മാനേജ് ചെയ്യാനുള്ള സാധനമെല്ലാം ഈ ഫസ്റ്റ് ടാബിനകത്താണ് ശരിക്കും ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ മാക്സിമത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്ലോസ് റേഞ്ചിൽ നിങ്ങളൊന്ന് കണ്ടോളൂ. ഇതാണ് നമ്മളുടെ സൗണ്ട് ബാറും സബ്വൂഫറും, ആംബിയോ സെൻഹൈസർ ആംബിയോ സബ്, സെൻഹൈസർ ആംബിയോ സൗണ്ട് ബാർ പ്ലസ്. ഇനി ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ലൈറ്റ് എത്തുന്ന 1-2 സാധനങ്ങൾ കാണിച്ചു. അതായത് ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ആംബിയോ എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് ലൈറ്റ് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഇലുമിനേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിംഗ് ശരിക്കും നമ്മൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ആ ലൈറ്റ് ആയിരിക്കും കത്തി കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കോഡക്കിൻ്റെ ലൈറ്റിംഗ്, ഡോൾബി അറ്റ്മോസ്, DTS X, MPEG ആ ലൈറ്റിംഗ് ഇവിടെ ഇങ്ങനെ കത്തിയും കാണിക്കും. പിന്നെ വേറെ സംഭവം കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു റിമോട്ടും കൂടെ അവർ തരുന്നുണ്ട്. ഇതാണ് റിമോട്ട്. പക്ഷേ ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെ ഇത് ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് ഈ കൺട്രോൾസ് എല്ലാം ഇതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമ്മളുടെ ആംബിയോ സൗണ്ട് ബാർ പ്ലസും സബ്വൂഫറിൻ്റെയും കാര്യങ്ങൾ ഗൈസ്. 1,80,000 1,80,000 എന്നാലും 1,80,000 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു അല്ലേ? 1,80,000 രൂപ കട്ട ഓഡിയോ ഫയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വാങ്ങാനുള്ള സാധ്യത ഗൈസ്. ആംബിയോ സൗണ്ട് ബാർ പ്ലസ് മാത്രമായിട്ട് വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് 1,20,000 രൂപ വരും. ആംബിയോ സബ്വൂഫർ, ഇതിന് സബ്വൂഫർ മാത്രമായിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ 60,000 രൂപയും വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മ്യൂസിക് കേൾക്കാനുള്ള ഉദ്ദേശത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ശരിക്കും നമ്മളെ 2.1 സ്പീക്കേഴ്സ് നല്ലത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അല്ല, ഈ സിനിമയൊക്കെ കണ്ട് ഞാൻ വലിയൊരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഗൈസ്, മാൻ റോവർ സൈനിങ് ഓഫ്.